ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ സ്വന്തം ഭൂമി മറ്റൊരാൾ അനധികൃതമായി വർഷങ്ങളായി കൈവശം വെച്ചാൽ അത് എങ്ങനെ നിയമപരമായി തിരിച്ചുപിടിക്കാമെന്നതാണ് ഇന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കേണ്ടത്. പലരും നേരിടുന്ന ഒരു പ്രശ്നമാണിത്. ഒരാൾ വിദേശത്തോ മറ്റേതെങ്കിലും സ്ഥലത്തോ ജോലി ചെയ്യുന്നതിനാൽ വർഷങ്ങളോളം ഭൂമി സന്ദർശിക്കാതെ പോകാം. പിന്നീട് തിരികെ വരുമ്പോൾ കണ്ടാൽ മറ്റൊരാൾ വേലി കെട്ടിയിട്ടോ കൃഷി ചെയ്തിട്ടോ വീട് പണിതിട്ടോ ഭൂമി കൈവശം വെച്ചിരിക്കുന്നതായി കാണാം. അപ്പോൾ എന്തു ചെയ്യണം? ആദ്യം പേടിക്കേണ്ട, നിയമം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. പക്ഷെ ശരിയായ രീതിയിൽ മുന്നോട്ടു പോകണം. ആദ്യം ചെയ്യേണ്ടത് രേഖകൾ പരിശോധിക്കുകയാണ്. നിങ്ങളുടെ ടൈറ്റിൽ ഡീഡ്, സെയിൽ ഡീഡ്, സെറ്റിൽമെന്റ് ഡീഡ്, ഗിഫ്റ്റ് ഡീഡ് എന്നിവയിൽ ഏതാണ് ഉണ്ടായാലും അത് രജിസ്റ്റർ ചെയ്തതാണോ എന്ന് പരിശോധിക്കണം. എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് എടുത്ത് മറ്റാരുടെയും പേരിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. ഭൂമിയുടെ നികുതി നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പരിശോധിക്കുക. വില്ലേജ് ഓഫീസ് പൊസഷൻ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സ്കെച്ച്, BTR ഡീറ്റെയിൽസ് എന്നിവ പരിശോധിക്കുക. രേഖകളെല്ലാം നിങ്ങളുടെ പേരിലാണെങ്കിൽ കേസ് ശക്തമാണ്. ഇനി അടുത്ത ഘട്ടം ലീഗൽ നോട്ടീസ് ആണ്. ഒരു അഭിഭാഷകന്റെ മുഖാന്തരം അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ആളിന് നോട്ടീസ് അയക്കണം. പലപ്പോഴും നോട്ടീസ് ലഭിച്ചതിന് ശേഷം അവർ സ്വമേധയാ ഒഴിഞ്ഞു നൽകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. അവർ പ്രതികരിക്കാത്ത പക്ഷം സിവിൽ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യണം. ഇത് സാധാരണയായി റിക്കവറി ഓഫ് പൊസഷൻ സൂട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കോടതിയിൽ നിങ്ങൾ ഉടമസ്ഥാവകാശ രേഖകൾ സമർപ്പിക്കണം. എതിർഭാഗം എന്ത് അടിസ്ഥാനത്തിലാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്ന് തെളിയിക്കണം. കോടതി പരിശോധിച്ച് യഥാർത്ഥ ഉടമ നിങ്ങളാണെന്ന് കണ്ടെത്തിയാൽ ഭൂമി ഒഴിഞ്ഞു നൽകാൻ ഉത്തരവിടും. ആവശ്യമായാൽ പോലീസ് സഹായവും ലഭിക്കും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഡ്വേഴ്സ് പൊസഷൻ. ഒരു വ്യക്തി 12 വർഷത്തിൽ കൂടുതലായി തുറന്നും തുടർച്ചയായി യാതൊരു എതിർപ്പുമില്ലാതെ ഭൂമി കൈവശം വെച്ചിരുന്നാൽ ചില സാഹചര്യങ്ങളിൽ അവൻ അവകാശം ആവശ്യപ്പെടാം. പക്ഷേ ഇത് തെളിയിക്കുക എളുപ്പമല്ല. യഥാർത്ഥ ഉടമ പൂർണ്ണമായും അവഗണിച്ചു എന്നത് തെളിയിക്കണം. അതിനാൽ 12 വർഷം കഴിഞ്ഞാൽ കേസ് കൊടുക്കാൻ വൈകുന്നത് അപകടകരമാണ്. അനധികൃതമായി കയറിയിരിക്കുന്നത് ബലമായി ആണെങ്കിൽ ക്രിമിനൽ ട്രെസ്പസ് ആയി പോലീസ് പരാതി നൽകാം. IPC പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാം. ഇത് സിവിൽ കേസിനൊപ്പം പോകാവുന്നതാണ്. ഭൂമി സർക്കാർ ഭൂമിയാണെങ്കിൽ തഹസീൽദാർ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിന് പരാതി നൽകണം. റവന്യൂ റിക്കവറി നടപടികൾ ഉണ്ടായേക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: ഭൂമി ഉപേക്ഷിക്കരുത്. വർഷത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കുക. നികുതി അടയ്ക്കുക. രേഖകൾ പുതുക്കി സൂക്ഷിക്കുക. എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് ഇടയ്ക്കിടെ പരിശോധിക്കുക. ആവശ്യമായാൽ ബൗണ്ടറി കൃത്യമായി അടയാളപ്പെടുത്തുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ഭൂമി മറ്റൊരാൾ അനധികൃതമായി കൈവശം വെച്ചാൽ ആദ്യം രേഖകൾ ശേഖരിക്കുക, ലീഗൽ നോട്ടീസ് അയക്കുക, തുടർന്ന് സിവിൽ കോർട്ടിൽ പൊസഷൻ സൂട്ട് ഫയൽ ചെയ്യുക. 12 വർഷം കഴിയുന്നതിന് മുമ്പ് നിയമ നടപടി ആരംഭിക്കുന്നത് സുരക്ഷിതമാണ്. ഇതൊരു പൊതുവായ നിയമവിവരമാണ്. ഓരോ കേസും വ്യത്യസ്തമാണ്. അതിനാൽ ഒരു പരിചയസമ്പന്നനായ അഭിഭാഷകന്റെ ഉപദേശം തേടുന്നത് ഏറ്റവും നല്ലതാണ്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നിയമവിവരങ്ങൾ അറിയാൻ വീഡിയോ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും എത്തിക്കുക. ചാനൽ പിന്തുടരുക. കാരുണ്യ ഫിനാൻസ് മീഡിയ. ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിവിധ സർക്കാർ പദ്ധതികളും വായ്പ വിവരങ്ങളും അറിയാൻ ബെൽ ഐക്കൺ അമർത്തി അറിയിപ്പുകൾ ലഭിക്കൂ.